ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്ക് അനുകൂലമായാണ് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ചില വ്യക്തതകൾ ചില കാര്യത്തിലുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ചില സർവേകൾ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചില സർവേകൾ അങ്ങനെയല്ല പറയുന്നത്. BJPക്ക് അനുകൂലമായ ഒരു മണ്ണ് ഇപ്പോഴും ഹരിയാനയിൽ ഉണ്ട് എന്നാണ്. അതിൽ പ്രധാനമായി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഹരിയാനയിൽ ഇപ്പോഴും ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഹരിയാന ഭരിച്ചുകൊണ്ടിരുന്നത് BJP ആയിരുന്നു എന്നുള്ളതും സംസ്ഥാന തലത്തിൽ ഹരിയാനയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 2024 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ചില തോന്നലുകളുമാണ് BJP അനുഭാവികൾ അത്തരത്തിലൊരു ന്യായം ഉന്നയിക്കുവാനുള്ള പ്രധാന കാരണം. എന്നാൽ സർവേ ഫലങ്ങളിൽ ഒട്ടുമിക്ക സർവേകളിലും കൃത്യമായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള സർവേ ഫലം പുറത്തുവിട്ടിട്ടുള്ള ഡീപാർക്ക് സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഡീപാർക്ക് സർവേ ഫലം ആർക്ക് അനുകൂലമായാണ് വിധി എഴുതിയിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഹരിയാനയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പോയി ജനങ്ങളെ നേരിട്ട് കണ്ട് അവർ തയ്യാറാക്കിയിട്ടുള്ള ഡീപാർക്ക് സർവേ ടീം തയ്യാറാക്കിയിട്ടുള്ള 2024 ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവേ ഫലം പറയുന്നത് ആർക്കനുകൂലമായ വിധിയാണ് എന്ന് പരിശോധിക്കാം. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷമാണ് ഡീപാർക്ക് സർവേ 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഈ സർവേ നടത്തിയിരിക്കുന്നത്. 17/9/2024 ഈ സർവേ ഫലം അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഡീപാർക്ക് സർവേ ഫലം പറയുന്നത് വ്യത്യസ്തമാർന്ന ഒരു റിസൾട്ടാണ്. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് ഹരിയാനയിലെ സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJPയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ വലിയ ചർച്ചാ വിഷയം. അതിൽ ഡീപാർക്ക് സർവേ ഫലം പറയുന്നത് ഇങ്ങനെയാണ്: 90-ൽ 68 ഇടത്ത് വിജയിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതായത് നിലവിൽ വളരെ ചുരുക്കം സീറ്റുകളിൽ മാത്രം ഹരിയാനയിൽ നിലനിന്നു പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ 68-ൽ പരം സീറ്റുകളിൽ വിജയിച്ചു വരും എന്നുള്ളതാണ് ഡീപാർക്ക് സർവേ ഫലം പറയുന്നത്. BJP 7-ലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുന്നു. അതായത് ഹരിയാന ഭരിച്ച BJPക്ക് ഡീപാർക്ക് സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ 7 സീറ്റിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന ഒരു സാഹചര്യം 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. സ്വതന്ത്രർക്ക് 9 സീറ്റുകൾ, അതായത് സ്വതന്ത്രരെക്കാൾ താഴേക്ക് BJP നിലം പതിക്കുമെന്ന തരത്തിലേക്കാണ് ഡീപാർക്ക് സർവേ തങ്ങളുടെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. INLD 3 സീറ്റുകൾ, CPIM 1 സീറ്റ്, അതായത് ആകെ 90 സീറ്റിൽ 68 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടും, 9 സീറ്റ് സ്വതന്ത്രർ നേടും, BJP 7 സീറ്റുകൾ നേടും, INLD 3 സീറ്റുകൾ നേടും, CPIM 1 സീറ്റ് നേടും. സംസ്ഥാനം ഭരിക്കുന്ന BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു സർവേ ഫലമാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീപാർക്ക് സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെക്കാൾ പുറകിലേക്ക്, അവർ ഒന്നിച്ചു നേടുന്ന സീറ്റിനേക്കാൾ പുറകിലേക്ക് BJP നിലം പതിക്കുന്നു എന്നുള്ള ചില റിസൾട്ടുകൾ ഡീപാർക്ക് സർവേ പുറത്തുവിടുന്നു. കോൺഗ്രസിനുള്ളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞിരുന്നു. ആ സമയങ്ങളിലെല്ലാം BJPക്ക് വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലും സംസ്ഥാനത്ത് ഹരിയാന സംസ്ഥാന സർക്കാരും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയ്ക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുമെന്ന കണക്കുകൂട്ടലിനോടൊപ്പം കോൺഗ്രസിനുള്ളിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലുകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഇടപെട്ടുകൊണ്ട് ഹൂഡയും കുമാരശേഖരയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുനയിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നത്. അത് ഒരു ഭാഗത്ത്. കൂടാതെ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലെ ഹരിയാനക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങളുടെ ഗുസ്തി,
അത് ഗ്രാമങ്ങളിലും ഹരിയാനയിലും നഗരങ്ങളിലും ഒക്കെയുള്ള ജനവിഭാഗങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് വെച്ചിട്ടുള്ള ഒരു കായിക വിനോദമാണ്. ആ കായിക വിനോദത്തിന് വ്രണപ്പെടുന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങൾ BJPക്കെതിരായി ഹരിയാനയിൽ ഉയർന്നു വന്നതും കേന്ദ്രതലത്തിൽ അത് വലിയ ചർച്ചാ വിഷയമായതും വലിയ സമരങ്ങൾക്ക് വിനേഷ് ഫോഗട്ട് അടക്കമുള്ള ഗുസ്തി കായിക താരങ്ങൾ നേതൃത്വം നൽകിയതുമെല്ലാം കോൺഗ്രസിന് അനുകൂലമാകുന്ന രീതിയിലേക്ക് ഹരിയാനയിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം, ഒരു പുതിയ രാഷ്ട്രീയ കാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം. KC വേണുഗോപാൽ, മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നേതാക്കന്മാർ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനമെടുക്കുന്നതടക്കമുള്ള പല രാഷ്ട്രീയ തീരുമാനങ്ങളും കോൺഗ്രസിനെ വലിയ രീതിയിൽ ഹരിയാനയിൽ വിജയിപ്പിക്കുന്നതിന് സാധ്യത ഏറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മറ്റൊന്ന് ഹരിയാനയിലെ സാമുദായിക ജാതീയ സമവാക്യങ്ങളാണ്. സാമുദായിക ജാതീയ സമവാക്യങ്ങളെല്ലാം ഇക്കുറി കോൺഗ്രസിന് അനുകൂലമായ വിധി എഴുതുമെന്നുള്ളതാണ് ഹരിയാനയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ആത്മവിശ്വാസം. ഹരിയാനയിൽ BJPയുടെ മനോഹർലാൽ ഖട്ടറെ മാറ്റിക്കൊണ്ട് OBCയുടെ പിൻബലത്തിന് വേണ്ടി നവാബ് സൈനിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് BJPക്ക് ഗുണകരമായിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ പ്രധാന ചർച്ചാ വിഷയം. അതും BJPക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് എങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം ഹരിയാനയിൽ സാമുദായികപരമായും ജാതീയപരമായും ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലും കോൺഗ്രസിൽ ശക്തമായി തന്നെയുണ്ട്. ആഭ്യന്തരമന്ത്രിയായിരുന്ന അൻവിജിനെ തടഞ്ഞു നിർത്തിയ വിഷയങ്ങളടക്കം BJPയിലെ പല MLAമാരും പാർട്ടി വിടുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നതുമെല്ലാം BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ നേടിയ BJPക്ക് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറയുവാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ, അതിനുള്ള സാഹചര്യങ്ങൾ ഹരിയാനയിൽ ഉണ്ട് എന്ന് BJP കണക്കുകൂട്ടുമ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം പുറത്തുവിട്ട കണക്കുകളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വങ്ങൾ പുറത്തുവിട്ട സർവേ ഫലം പറയുന്നത് ഇങ്ങനെയാണ്: 90 സീറ്റുകളുള്ള ഹരിയാനയിലെ നിയമസഭാ മണ്ഡലത്തിൽ 63 കോൺഗ്രസ് വിജയിക്കും, 22 BJPയും, 5 മറ്റുള്ളവരും. അതായത് BJP തന്നെ നടത്തിയ ആഭ്യന്തര സർവേയിൽ BJP തന്നെ പാർട്ടിക്കുള്ളിലെ പ്രധാനികളെ കൊണ്ട് ഹരിയാനയിലെ ഗ്രാമാന്തരങ്ങളിൽ നടത്തിയിട്ടുള്ള സർവേ ഫലങ്ങൾ പറയുന്നത് 63 കോൺഗ്രസ് എന്നും 22 BJP എന്നും 5 മറ്റുള്ളവർ എന്നുമാണ്. അതായത് 30 സീറ്റുകൾ മുകളിലേക്ക് BJPക്ക് നേടുവാൻ സാധിക്കുമെന്ന BJPയുടെ ആഭ്യന്തര ചർച്ചകളിൽ പോലും ഒരു ആത്മവിശ്വാസമില്ലാത്ത തരത്തിലേക്ക് ഹരിയാനയിൽ കോൺഗ്രസ് വളർന്നിരിക്കുന്നു. അതിൻ്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജാതീയ സാമൂഹിക സമവാക്യങ്ങളാണ്. ഒപ്പം വിനേഷ് ഫോഗട്ടിനെ പോലെ ഒരു കായിക താരം, വലിയ ചർച്ച, 100 ഗ്രാമിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട് സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് മത്സരിപ്പിക്കാമെന്ന തീരുമാനം കോൺഗ്രസ് എടുത്തതടക്കമുള്ള ചില നിർണായകമായ നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും ഒക്കെ തന്ത്രപരമായ നീക്കങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം ഹരിയാനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡീപാർക്ക് സർവേ ഫലം ഇപ്പോൾ പുറത്തു പറയുന്ന സർവേയിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാലും ഇത് ജനങ്ങളുടെ തീരുമാനമാണ്. കേന്ദ്രതലത്തിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഹരിയാനയിൽ ചർച്ചാ വിഷയമാകുമ്പോൾ ഹരിയാന ജനത ഒരിക്കലും BJPയെ കൈവിടില്ല എന്ന ആത്മവിശ്വാസം BJPക്കുമുള്ളപ്പോൾ ഒരു സർവേ ഫലവുമല്ല വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. അവർക്ക് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥ നൽകിയിട്ടുള്ള വോട്ടവകാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരൊരു വിധി എഴുതുമ്പോൾ അത് BJPക്കോ കോൺഗ്രസിനോ അനുകൂലമായി മാറും എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്.